അനുമോൾ 1000 ആവർത്തി പറയുന്നുണ്ട് ആ തെളിവ് അത് നൂറയുടെ കയ്യിലുണ്ട്, നിങ്ങൾ നൂറയെടുത്ത് ചോദിക്ക്. ആര്യന്റെ അടുത്ത് പറയുന്നുണ്ട് നൂറയോട് ചോദിക്ക്. ജിഷിന്റെ അടുത്ത് പറയുന്നുണ്ട് നൂറയോട് ചോദിക്ക്. നൂറ ഇതെല്ലാം കേട്ട് ഈ ഒരു അനുമോൾ ഇത്രയും വയലന്റ് ആയി കരഞ്ഞ് നിലവിളിച്ച് സംസാരിക്കുന്ന സമയത്ത് നൂറ ഒരു കോർണറിൽ മാറി മിണ്ടാതെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നൂറയ്ക്ക് ആദില പോയതിന്റെ നല്ലൊരു വിഷമമുണ്ട്. പക്ഷെ ഒരുവിധം ആദില പോകുമെന്നുള്ള എക്സ്പെക്ടേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നൂറയുടെ ഫേസിൽ ആ ഒരു ആദില പോയ വിഷമം മാത്രമല്ല ഉള്ളത്. അത് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. നൂറ മിണ്ടാതിരിക്കുന്നത് കുറച്ചധികം പേടി നൂറയ്ക്ക് വന്നു തുടങ്ങി. ആദില എവിക്റ്റായി പോയി. അനുമോളെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കിയ സമയത്ത് തന്നെ ആദില എവിക്റ്റായി പോയി. അപ്പൊ തുടർച്ചയായിട്ട് അനുമോളെ പറയുന്നവരൊക്കെ എവിക്റ്റ് ആകുന്നുണ്ട്. ഇനി തന്നെ പറഞ്ഞു വിടുവോ എന്നുള്ള പേടി. അവർക്ക് രണ്ടുപേർക്കും ജയിക്കണം, ഒരാളെങ്കിലും ജയിക്കണം എന്നുള്ള ഒരു വാശി ഇവർക്കുണ്ട്. ഇങ്ങനെയൊക്കെ ജയിച്ചിട്ട് എന്തിനാണല്ലേ? പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ നെവിൻ നൂറയെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് അനുമോളും പറയുന്നുണ്ടായിരുന്നു നൂറയും ആദിലയും മാതാപിതാക്കളൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഈ റെന്റിനൊക്കെ വന്നിട്ട് ഫ്ലാറ്റിലൊക്കെ റെന്റിലൊക്കെ വന്ന് താമസിക്കുന്നു, ആരും ഇല്ല. അപ്പോൾ അവർക്ക് ആ ഒരു ജോലി വെച്ചിട്ടൊക്കെയാണ് ജീവിച്ചു പോകുന്നത്. അപ്പൊ നെവിനും പറയുന്നുണ്ടായിരുന്നു ഈ ഒരു അങ്ങനെ ഒരു അവസ്ഥയിൽ പൈസ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അവർക്ക് രണ്ടുപേർക്കുമാണ്. നിങ്ങൾക്ക് കിട്ടിയാൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുമെന്ന് നെവിൻ പറയുന്നുണ്ടായിരുന്നു. അനുമോളും ഇതേ കണക്ക് സംസാരിച്ചിട്ടുണ്ട് അവിടെ. അപ്പം ഈ പറയുന്ന നൂറ അത്രയും മുഖമൊക്കെ മാറി പേടിച്ച് അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫേസ് നൂറയ്ക്ക് അവിടെ ഉണ്ട്. പക്ഷെ അതിനുശേഷം നൂറ പോയി ശൈത്യ എടുത്ത് മാറി നിന്ന് കരഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് സരിക, ഷാരിക, ശൈത്യ ഇവരൊക്കെ ആ മഴയത്ത് വാതിലിന്റെ അടുത്ത്, ഈ പറയുന്ന ബിഗ് ബോസിന്റെ ആ ഒരു വാതിലിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബ്ലൈൻഡ്സ് ഓപ്പൺ ആവുന്നത്. അപ്പോഴത്തേക്കും അനുമോൾ ഓടിപ്പോവുകയാണ് ആ തെളിവെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ശിവാംഗിയൊക്കെ അവിടെ നിൽക്കുന്നതൊന്നും അനുമോൾ അതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. ഓടിപ്പോയി ഈ പറയുന്ന ഒരു തെളിവ് നോക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പം ഈ പറയുന്ന നൂറ ആദ്യം ഈ ശിവാംഗിയുടെ അടുത്തൊക്കെ വരുന്നുണ്ട്, ഇവരുടെ കൂടെ നിന്ന് ഇവരെയൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് നൂറയും നൈസായിട്ട് ഇവരെ ഈ പറയുന്ന ആശ്വസിപ്പിച്ചുകൊണ്ട് നിന്നായിരുന്നല്ലോ, അതായത് ശൈത്യ, സരിക, ഷാരിക ഇവരെ ഒക്കെ തള്ളി മാറ്റി നൂറ ഒറ്റയ്ക്ക് ആ പറയുന്ന ബെഡ് സ്പേസിൽ പോയി എന്തോ ഒരു വെള്ള കളറിലെ ഒരു കാര്യം, അത് പേപ്പർ ആണെന്ന് തോന്നുന്നു, അത് കയ്യിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട് അത് എടുത്തുകൊണ്ട് നൂറ പോകുമ്പോൾ ഈ പറയുന്ന അക്ബറും നെവിനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അനുമോൾ കൊടുത്ത ആ ഒരു നമ്പർ എഴുതിയ ടിഷ്യൂ പേപ്പർ അവർ കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഇത് നോക്കിക്കൊണ്ടാണ് നൂറ അവിടെ നിന്ന് ഓടി ഇറങ്ങി ആ ഡോർ ഓപ്പൺ ചെയ്ത് ഇറങ്ങി പോകുന്നത്. അപ്പോൾ അതൊരു തെളിവ് നശിപ്പിച്ചതാണ് എന്ന രീതിയിൽ ചാനൽസ് ഒക്കെ പുറത്തു വിടുന്നുണ്ട് ആ ഒരു വീഡിയോ. എനിക്കിത് കണ്ടിട്ട് എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, സത്യത്തിൽ ആ തെളിവ് അതിപ്പോ നൂറ എടുത്ത് മാറ്റിയാലും കാര്യമൊന്നുമില്ല. അത് ആദില ഓൾറെഡി പറഞ്ഞു അതെടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇട്ടു എന്ന് ആദില ഓൾറെഡി പറഞ്ഞു കളഞ്ഞു. പക്ഷേ അതുകൊണ്ട് തന്നെ ആ തെളിവ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്നും പറയുന്നുണ്ട്. അപ്പം ഇത് തെളിയിക്കാൻ പറ്റാന്ന് പറയുമ്പോൾ അത് അനുമോളുടെ തന്നെ നമ്പറാണോ എന്ന് പ്രൂവ് ചെയ്യിക്കാൻ ഈ പറയുന്ന നൂറ എടുത്തുകൊണ്ട് പോയ ആ പേപ്പർ മതിയായിരുന്നു. പക്ഷേ അവിടെ അതിന്റെ ആവശ്യം പോലും ഇല്ല. നെവിൻ പറയുന്നുണ്ട് ഈ ഒരു നമ്പർ അനുമോളുടെ കയ്യിൽ ആ ടിഷ്യൂ പേപ്പറിൽ എഴുതിയ നമ്പർ ഉണ്ടല്ലോ, ആദിലയുടെ നമ്പറാണെന്ന് തെളിയിച്ചാലും മതിയല്ലോ. അപ്പോൾ ഇതൊരു സ്വാഭാവികമായിട്ടും തെളിയിക്കപ്പെടും. പക്ഷെ അക്ബറിന് അതല്ലല്ലോ വേണ്ടത്. അപ്പോൾ ഈ തെളിവ് കൊണ്ട് പ്രസക്തി ഇല്ല, ഓൾറെഡി പ്രസക്തി ഇല്ല. പിന്നെ ഈ നൂറ ഇതെടുത്ത് ഒളിപ്പിച്ചു വെച്ച കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതായത് അക്ബർ ഓൾറെഡി പറയുന്നുണ്ട് ഇത് ഇങ്ങനെയാണെന്നുള്ളത് നൂറ ഓൾറെഡി തന്നോട് വെളിപ്പെടുത്തി. അത് PR-ന്റെ നമ്പറല്ല അനുമോൾ കൊടുത്തത്, അനുമോളുടെ നമ്പറാണ്, ചേച്ചിയെ വിളിച്ചാൽ കിട്ടും എന്നുള്ളത് അക്ബറിന് മനസ്സിലായി. പക്ഷെ അക്ബറിനെ കുറിച്ച് പറഞ്ഞ അലിഗേഷൻസ് അതിനകത്താണ് തെളിവില്ലാതെ പോകുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് നൂറയ്ക്കും ആദിലയ്ക്കും ബിഗ് ബോസിനും അനുമോൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പിന്നെ ദൈവത്തിനറിയാം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ അക്ബറിനെ കുറിച്ച് തെറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അനുമോൾക്ക് ആണായിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ ഒരിക്കലും അത് ദൈവത്തിനാണ് സത്യം, അങ്ങനെ കൊണ്ടുപോയി ഇട്ടുകൊടുക്കാൻ ഒരിക്കലും ഈ പറഞ്ഞ PR-നെ കൊണ്ട് അനുമോൾ ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞ ആ പ്രസ്താവന അത് കള്ളമാണ്. അത് കള്ളമാണെന്നുള്ളത് ആർക്കും ഊഹിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, അത് കള്ളമാണെന്ന് ഊഹിക്കാൻ പറ്റുന്നതിന്റെ ഒന്നാമത്തെ കാര്യം, അനുമോൾക്കറിയാം ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്. അനുമോൾ ആദ്യമായിട്ടല്ല ഒരു റിയാലിറ്റി ഷോ ചെയ്യുന്നത്. ഉറപ്പായിട്ടും അത് ബിഗ് ബോസ് ഹൗസ് ആണെന്നുള്ള എല്ലാ ബോധ്യവും അനുമോൾക്കുണ്ട്. പിന്നെ ഈ പറയുന്ന കണക്ക് ബിഗ് ബോസിന്റെ ടീമിനും ഈ പറഞ്ഞ സെർഗോ വിജയ് എന്ന് പറയുന്ന ആ വ്യക്തിക്കും അക്ബറുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ടുള്ള പ്രശ്നം, ആ വിഷയം ഓൾറെഡി പബ്ലിക്കായിട്ട് അനുമോൾ സംസാരിച്ചതാണ്. ബിഗ് ബോസിനോടും ലാലേട്ടനോടും ഒക്കെ തൻ്റെ ഇടത്തോടെ അനുമോൾ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം എടുത്തു വെച്ചിട്ട് അനുമോൾ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതാണ് ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന്റെ ഒരു കാര്യം. ആദിലയും നൂറയും അനുമോൾ
അനുമോളെ വെച്ച് അനുമോളെ കുത്തി പറയുന്ന ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കാര്യം ഇതാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ബ്ലാക്ക്മെയിൽ ചെയ്യാനൊന്നും ഇല്ല. ഇതൊക്കെ ഓൾറെഡി എല്ലാവരും കേട്ട കാര്യങ്ങളാണ്. പിന്നെന്താണ്? പിന്നെ ഈ പറയുന്ന കണക്ക് അക്ബറിനെയും അക്ബറിന്റെ കുടുംബത്തെയും കംപ്ലീറ്റ്ലി PR കംപ്ലീറ്റ്ലി കാശ് കൊടുത്ത് അവരുടെ കുടുംബത്തെ മൊത്തം സൈബർ ബുള്ളിയും ചെയ്യുമെന്ന് അനുമോള് പറഞ്ഞതായിട്ടാണോ ആദില പറഞ്ഞത്? അങ്ങനെ പറഞ്ഞതായിട്ട് ആദിലയും പറയുന്നില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. പിന്നെ ഈ അക്ബർ പറയുന്ന ഈ കാര്യമുണ്ട്, അതായത് കാണിച്ചു കൊടുക്കണമെന്നോ അങ്ങനെ ഈ വെള്ള പൂശുന്നതിന് അതിനെന്താ വേണ്ടേന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറഞ്ഞതിന് പോലും ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് എന്ത് ഉത്തരവാദിത്വം ഉണ്ട്? അനുമോള് പറഞ്ഞ വാക്കിനും അനുമോള് പറഞ്ഞതിനും അനുമോൾ ഉത്തരവാദിയാണ്. അനുമോള് പറയാത്ത കാര്യത്തിന് അനുമോൾ എങ്ങനെ ഉത്തരവാദിയാകും? അവിടെ ആദില എന്താണ് അക്ബറിനോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ആദിലയും നൂറയും അക്ബറിനോട് എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ അവർ കയ്യിൽ നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആദിലയ്ക്കും നൂറയ്ക്കും അവരുടെ പേഴ്സണൽ ഗ്രഡ്ജസും കംപ്ലീറ്റ്ലി അതുപോലെ തന്നെ ആദിലയും നൂറയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ, അത് സഹിതം അനുമോളുടെ തലയിലാക്കിയോ ഇല്ലയോ എന്നുള്ളത് അത് തെളിയിക്കാൻ കഴിയത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ആദിലയെടുത്തും നൂറയെടുത്തും വിളിച്ചു ചോദിച്ചാൽ അവരത് സമ്മതിക്കൂ? പിന്നെ എനിക്ക് ആദിലയോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നൂറയുടെ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, കാരണം നൂറ ഓൾമോസ്റ്റ് ഇമ്മാതിരിയുള്ള നെഗറ്റീവ് ടോക്കിനകത്ത് അത് അനുമോള് പറയുന്നുണ്ട്. നൂറയുടെ ക്യാരക്ടർ ഡിഫറെന്റ് ആണ്, ആദിലയുടെ ക്യാരക്ടർ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. രണ്ടുപേർക്കും രണ്ട് സ്വഭാവമാണ്. പക്ഷേ നൂറ് അങ്ങനെയൊന്നും ചെയ്യത്തില്ലെങ്കിലും ആദില ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് അത് അനുമോൾ ആദിലയെ കുറിച്ച് പറയണ്ട. ബിഗ് ബോസ് ഹൗസിൽ ആദില തമാശയ്ക്കും സീരിയസും ആയിട്ട് എന്തൊക്കെ ആദില ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഇത്തിരി ഒരു തരികിട അല്ലെങ്കിൽ ചട്ടമ്പി ക്യാരക്ടറൊക്കെ തന്നെയാണ് ആദിലയുടേത്. അതിലൊരുപാട് നമ്മൾ എന്റർടൈൻമെന്റ് കണ്ടെത്തിയിട്ടുണ്ട്. ആദിലയുടെ പല പ്രവർത്തികളും നമ്മൾ ഫണ്ണാക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രത്യേകതരം വൈബാണ്. പക്ഷെ ആ വൈബ് നെഗറ്റീവ് ആക്കാൻ തുടങ്ങിയാൽ ആ പറയുന്ന ഒരു വ്യക്തി, അതിപ്പം ഇവിടെ അനുമോളാണെങ്കിൽ അനുമോളെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് ഈ ആദിലയുടെ പ്രവർത്തികൾ, വാക്കുകൾ, കള്ളത്തരങ്ങൾ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു റിക്വസ്റ്റ് ആണ്, ആരെങ്കിലും അത് ആദിലയോടൊന്ന് പറയുക. ആദില പ്ലീസ്, ശൈത്യയോ അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസോ, ഇത് ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾ ഈ ആദിലയുടെ പേഴ്സണൽ യൂട്യൂബ് ചാനലിലൊക്കെ ആദിലയുടെ ഒപ്പീനിയൻസ് ഒക്കെ ശ്രദ്ധിക്കുക. ഭയങ്കര പുരോഗമനമൊക്കെയാണ്. എന്നാൽ ഡിയർ ആദില, പ്രിയപ്പെട്ട കുട്ടിയെ, എന്നെക്കാട്ടിയും ഒക്കെ ഏജിന് താഴെയാണ്. നിങ്ങൾ ശരിക്കും വളരെയധികം പുരോഗമനപരമായിട്ട് ചിന്തിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ പറയുന്ന അനുമോള് ഇത്രയും പുരോഗമനവാദമൊന്നും ഇല്ലാത്ത ഒരു കുലസ്ത്രീയും സദാചാരവും എല്ലാം ഉള്ള ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ അനുമോൾ എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഈ പറയുന്ന വ്യക്തിയെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് എന്ത് നേടാനാണ്? അതിന്റെ ആവശ്യമില്ല. ശൈത്യ ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും വന്ന് എന്ത് പറഞ്ഞാലും ശരി, ഇതില് നിങ്ങളുടെ രണ്ട് കൂട്ടരുടെ ഭാഗത്തും അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ട്. അനുമോൾ അത് സമ്മതിക്കില്ല എന്നുള്ളത് നിങ്ങൾ പറയുന്നതും ശരി തന്നെയാണ്. അതേപോലെ നിങ്ങൾ ഒരുപാട് തവണ അനുമോളുടെ പിന്നാലെ പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പിന്നാലെ പോയിട്ടുള്ള ആദിലയും നൂറയും നിങ്ങൾ ഒരിക്കലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ടല്ല. അത് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസില് കാര്യങ്ങൾ ലൈവായിട്ട് കണ്ടിട്ടുള്ള നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതിനകത്ത് പലപ്പോഴും ഈ പറയുന്ന അനുമോളെ പരസ്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് കുത്തുന്നുണ്ട്, നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻസിന് ഭയങ്കര നെഗറ്റീവാണ് ഈ പറയുന്ന അനുമോള്. പക്ഷെ അനുമോളെ ഇതിനകത്ത് ഇട്ട് ഇങ്ങനെ വെറുതെ കള്ളങ്ങൾ പറഞ്ഞ് വെറുതെ ഇങ്ങനെ വെറും മോശമാക്കേണ്ട കാര്യം എന്തിനാണുള്ളത്? അത് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലാതെ അനുമോള് പുണ്യാളത്തിയാണെന്നല്ല പറയുന്നത്, ഞാൻ എഗെയിൻ പറയുന്നു. പക്ഷെ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഇത് അവസാനത്തേക്ക് വരുമ്പോഴത്തേക്കും അനുമോളെ മാത്രം കുറ്റക്കാരിയാക്കുന്ന, അനുമോൾക്ക് കപ്പൊന്നും കിട്ടാൻ പോകുന്നില്ല. അനുമോൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഇത്രയും പേരുടെയും ഈ എവിക്റ്റായിരിക്കുന്ന ഒരാളുടെ ഫാൻസ് പോലും അനുമോൾക്ക് വോട്ട് കൊടുക്കില്ല. അനുമോളുടെ ഫാൻസിന്റെ മാത്രം, അനുമോൾക്ക് ഇനി PR വല്ലതും മറിച്ചാൽ കിട്ടാൻ പോകുന്ന 2000-ഓ 3000-ഓ വോട്ടിന്റെ മാത്രം ബലമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം വോട്ടുകൾ ബാക്കി അത്രയും മത്സരാർത്ഥികൾ, എവിക്റ്റായ മത്സരാർത്ഥികളുണ്ട്. ജിസേലിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ആര്യനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അപ്പാനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെ കുറെ അധികം ഫാൻസ് അവർക്കുണ്ട്. RJ ബിൻസിക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട്, ഒനീലിന്റെ ഫാൻ ബേസ് ഉണ്ട്. ഇവരുടെയൊക്കെ വോട്ടുകൾ എവിടെ പോകും? ഇതൊന്നും അനുമോൾക്ക് പോകില്ല. അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന ഈ 6 അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന 5 പേർക്ക് കിട്ടാൻ പോകുന്ന വോട്ടുകൾ, ഇത്രയും പേരുടെ വോട്ടുകൾ അങ്ങോട്ട് വഴി മാറും. എനിക്ക് തോന്നുന്നില്ല അനുമോള് ജയിക്കുമെന്ന്.
എന്തായാലും നൂറയ്ക്ക് ഒരു പൊസിഷൻ ഉറപ്പാണ്. ടോപ്പ് 5 നൂറ ഉണ്ടാകും. ആ കോൺഫിഡൻസ് ഉണ്ട്. മാത്രമല്ല ആതിരയുടെ വോട്ടുകൾ അങ്ങോട്ട് മാറും. ആദില എന്തായാലും എവിക്റ്റ് ആകുമെന്ന് കരുതിയ ആളാണ്. ഇനി അതിന്റെ പകരം വീട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ സ്റ്റോറീസ് ഉണ്ടാക്കണ്ട. അയ്യോ എന്തായാലും ശരി. എന്തോ ഈ ഒരു സീസൺ ഇത് പറഞ്ഞു പറഞ്ഞ് മുഷിയുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. ബാക്കി എല്ലാവരും ഈ ഒരു സീസണിലെ തുടക്കം തൊട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത സീസൺ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സൈബർ ബുള്ളിങ് ഒന്നും ഇല്ലാത്ത സീസൺ ആയിപ്പോയി. എന്തായാലും അത് നല്ല കാര്യമാണ്. അത്രയൊന്നും ബിഗ് ബോസ് ഒരു സ്ത്രീയെ, എല്ലായ്പ്പോഴും സ്ത്രീകളെയാണല്ലോ ഇതിനകത്ത് മോശക്കാരിയാക്കുന്ന, അത്രയൊന്നും ആക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞതാണ്. ബിഗ് ബോസിനോട് ഒരു റിക്വസ്റ്റ് ആണ്, അറ്റ്ലീസ്റ്റ് ഇപ്പം അനുമോളുടെ ഭാഗം മുഴുവനായിട്ടും സത്യമാണ് ന്യായീകരിച്ച് കാണിക്കുമ്പോഴത്തേക്ക് നൂറയും ആദിലയും ഒക്കെ ഇവിടെ കള്ളികളാകും. അങ്ങനെ പോലും ആക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ചാൽ നൂറയ്ക്കും ആദിലയ്ക്കും ജീവിക്കണം, അനുമോൾക്കും ജീവിക്കണം, അതും കൂടി ഓർക്കുക. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ പുറത്തിറങ്ങിയതിന് ശേഷം ഈ പറയുന്ന സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ എപ്പിസോഡൊക്കെ കണ്ടിട്ട് നിങ്ങളൊരു കോംപ്രമൈസിൽ കൊണ്ടുപോവാ. സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ കോംപ്രമൈസ് ചെയ്യാനല്ല, റിയൽ ലൈഫിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേ. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക. അല്ലാതെ ഈ മറ്റുള്ള പബ്ലിക്കിന് മുന്നിൽ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താലും ഒരു സമാധാനം വേണ്ടേ? പിന്നെ ഈ പറഞ്ഞ നൂറ ആദിലേക്കാണ് ഇവിടം വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി കേട്ടിട്ടേ നിങ്ങൾ സ്കിപ്പ് ചെയ്യാവേ. കാരണം എന്ന് വെച്ചാൽ നൂറ ആദിലയെ സംരക്ഷിക്കാൻ കാണിച്ച ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ പഥീർ പാഞ്ചാലി എന്ന് പറഞ്ഞിട്ട് സത്യജിത്ത് റോയുടെ ഒരു മൂവി ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് ആദ്യമായിട്ട് ഓസ്കർ ലെവലിലേക്ക് ഒരു ഇന്ത്യൻ സിനിമ അറിയപ്പെടാൻ തുടങ്ങിയത് ആ ഒരു സിനിമയിലൂടെയാണ്. അതില് അപ്പു ദുർഗ എന്ന് പറഞ്ഞിട്ട് 2 കഥാപാത്രങ്ങളുണ്ട്. ദുർഗ ഈ പ്രകൃതി മഴയൊക്കെ നനഞ്ഞ് പനിയൊക്കെ പിടിച്ച് ദാരിദ്ര്യങ്ങളൊക്കെ കൊണ്ട് ദുർഗ മരിക്കുന്ന ഒരു സമയത്ത് ദുർഗ ഒരു അയൽക്കാരി ഒരു പെൺകൊച്ചിന്റെ സ്വർണ്ണ മാല എങ്ങാണ്ട് മോഷ്ടിച്ചു വെക്കും. ആ മോഷ്ടിച്ചു വെച്ച ആ മാല അപ്പുവിന്റെ കയ്യിൽ കിട്ടുമ്പോൾ അപ്പു ആ മാല എടുത്ത് അമ്മയും അച്ഛനും ഒന്നും അറിയാതെ തൻ്റെ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സ്വർണ്ണമാല എടുത്ത് ഒരു പായലുള്ള കുളത്തിലെടുത്ത് ഒരു എറിയുന്ന സീനുണ്ട്. എന്നിട്ട് ആ പായൽ വന്ന് ആ കുളത്തിൽ വന്ന് എറിയുമ്പോഴത്തേക്ക് ആ പായൽ ഇങ്ങനെ മാറുമല്ലോ, എന്നിട്ട് ആ പായൽ ഇങ്ങനെ മൂടുന്ന ഒരു സീനുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വിഷ്വലാണത്. അത് മായുമ്പോഴത്തേക്കും ആ ഒരു ദുർഗ അല്ലെങ്കിൽ തൻ്റെ ചേച്ചി കാണിച്ച കള്ളത്തരം അവിടെ മാഞ്ഞു എന്നാണ്. അതേപോലെ ആദില കാണിച്ച കള്ളത്തരം മറച്ചു വെച്ച നൂറയെ എനിക്ക് അതുപോലെയാണ് തോന്നുന്നത്. പക്ഷെ ഇത് വളരെ മനോഹരമായിട്ട് അങ്ങനെ അത് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരാൾ നീറിക്കരയുകയാണ്, അനുമോള്. ഏതായാലും ശരി, ഇവിടം വരെ നിങ്ങൾ കേൾക്കുക, അവസാനം വരെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. സിനിമകൾ കാണുക, ബിഗ് ബോസ് മാത്രം കണ്ടുകൊണ്ടിരിക്കാതെ. അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. സീരിയൽ കാണുമ്പോൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.